ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സോളാർ സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. സോളാർ സിസ്റ്റത്തിൽ വി സ്റ്റഡീഡ് റിഗാർഡിങ് സൺ ആൻഡ് നമ്മൾ പ്ലാനറ്റ്സിനെ പറ്റി സംസാരിച്ച് തുടങ്ങി. പ്ലാനറ്റ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഏത്? ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ്. സണ്ണിൻ്റെയും ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെയും ഇടയിൽ വരുന്ന ആണ് ഇന്നർ പ്ലാനറ്റ്സ്, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്ത് വരുന്ന ആൾക്കാരാണ് എന്ത്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവരാണ് ഔട്ടർ പ്ലാനറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മെർക്കുറി, വീനസ്, മാഴ്സ് വരെയുള്ള ആൾക്കാരെ നോക്കിയിരുന്നു. മാഴ്സിനും ജൂപ്പിറ്ററിനും ഇടയിൽ കിടക്കുന്നതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. അപ്പോൾ എന്താണ് ആസ്ട്രോയിഡ്സ്? അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അതുവഴി നേരെ ഔട്ടർ പ്ലാനറ്റ്സിലേക്ക് പോകും. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ആസ്ട്രോയിഡ്സ്. ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ മാഴ്സിനും ജൂപ്പിറ്ററിനും ഇടയിൽ കറങ്ങുന്ന കുറച്ച് റോക്ക് പീസസ് ആണ് എന്ത്? ആസ്ട്രോയിഡ്സ്. അപ്പോൾ മാഴ്സിനും ജൂപ്പിറ്ററിനും ഇടയിൽ കറങ്ങുന്ന റോക്ക് പീസസ്. അപ്പോൾ നോക്കുക, ആസ്ട്രോയിഡ്സ് ആർ റെമനൻസ് ഓഫ് പ്ലാനറ്ററി ഫോർമേഷൻ ദാറ്റ് സർക്കിൾ ദി സൺ ഇൻ എ സോൺ ലൈങ് ബിറ്റ്വീൻ മാഴ്സ് ആൻഡ് ജൂപ്പിറ്റർ. മാഴ്സിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള റീജിയനിൽ സണ്ണിനെ വലം വയ്ക്കുന്ന റെമനൻസ് ഓഫ് പ്ലാനറ്റ് ഫോർമേഷൻ, അതായത് പ്ലാനറ്റ് ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ പ്ലാനറ്റ്സ് ഒക്കെ ഫോം ചെയ്തല്ലോ, അതിൻ്റെ ബാക്കിയായിട്ടുള്ള റോക്സും സംഭവങ്ങളും, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ആസ്ട്രോയിഡ്സ് എന്ന് പറയാം. സോ ദേ ആർ റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ എ റീജിയൻ ബിറ്റ്വീൻ മാഴ്സ് ആൻഡ് ജൂപ്പിറ്റർ. ആൻഡ് ദി സർക്കുലർ ചെയിൻ ഓഫ് ആസ്ട്രോയിഡ്സ് ഈസ് കോൾഡ് ആസ് ദി ആസ്ട്രോയിഡ് ബെൽറ്റ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു ഓരോ റോക്സും കൂടെ കാണാമല്ലോ, ആ ഓരോ റോക്കിനെയാണ് ആസ്ട്രോയിഡ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ കുറേ റോക്സ് ഇങ്ങനെ ചേർന്നിട്ടാണല്ലോ കറങ്ങുന്നത്. അപ്പോൾ ആ കറങ്ങുന്നതായതുകൊണ്ടായി നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയും. ആ ഓരോ റോക്സിന് ആസ്ട്രോയിഡ്സ്, അത് കറങ്ങുന്നതിന് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയും. ആസ്ട്രോയിഡ്സ് ഓൾസോ നോൺ ആസ് പ്ലാനറ്റോയിഡ്സ്. ആസ്ട്രോയിഡ്സിന് മറ്റൊരു പേര് നമ്മൾ പറയുന്നത് എന്താ? പ്ലാനറ്റോയിഡ്സ്. നോക്കുക, ആസ്ട്രോയിഡ്സ് ഓർ പ്ലാനറ്റോയിഡ്സ്, another term for the asteroid, are composed mainly of rocky and metallic minerals with some ice. കൂടുതലും എന്താ? റോക്ക് സ്ട്രക്ചേഴ്സ് ആണ്, കുറച്ച് മെറ്റാലിക് മിനറൽസും ഉണ്ട്, അതേപോലെ ഐസ് കൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ത്? നമ്മുടെ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ they range in size from hundreds of kilometers across to microscopic. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ തൊട്ട് 100 കണക്കിന് കിലോമീറ്റർ അത്രയും ഡയാമീറ്ററുള്ള വലിയ ആസ്ട്രോയിഡ്സ് വരെ ഉണ്ട്. അപ്പോൾ പല സൈസിലുള്ള ഈ പ്ലാനറ്റിൻ്റെ റിമെയിൻസ് ബേസിക്കലി മാഴ്സിനും ജൂപ്പിറ്ററിനും ഇടയിൽ വലം വയ്ക്കുന്നുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയുക? ആസ്ട്രോയിഡ്സ് എന്ന് പറയുക. ഓരോ പീസിനെയും നമ്മൾ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നു. ആ കംപ്ലീറ്റ് ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ആസ്ട്രോയിഡ് ബെൽറ്റ്. അപ്പോൾ ഇന്നർ പ്ലാനറ്റ്സ് ഉണ്ട്, അതിന് ചുറ്റും ആസ്ട്രോയിഡ്സ് ഉണ്ട്, എന്നിട്ടാണ് ഔട്ടർ പ്ലാനറ്റ്സ്. അപ്പോൾ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. സോ ആസ്ട്രോയിഡ്സിന് ശേഷം വിൽ ഗോ ടു ദി ഔട്ടർ പ്ലാനറ്റ്സ്. എന്താണ് ഔട്ടർ പ്ലാനറ്റ്സ്? ഔട്ടർ പ്ലാനറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്തുള്ളവരാണ് ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയാം. ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ് ഡിഫറൻസ് നമ്മൾ പഠിച്ചതാ. എന്തൊക്കെയാണ് ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ് ഡിഫറൻസ്? ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെയും സണ്ണിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഇന്നർ പ്ലാനറ്റ്സ്, ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്ത് കിടക്കുന്നത് ഔട്ടർ പ്ലാനറ്റ്സ്. ഇന്നർ പ്ലാനറ്റ്സിൽ ആരൊക്കെയുണ്ട്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ഔട്ടർ പ്ലാനറ്റ്സിൽ ആരൊക്കെയുണ്ട്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇന്നർ പ്ലാനറ്റ്സ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ്, ഔട്ടർ പ്ലാനറ്റ്സ് ആർ കമ്പാരിറ്റീവ്ലി ലാർജ്. ഇന്നർ പ്ലാനറ്റ്സ് നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് വിളിക്കും, കാരണം റോക്കി സർഫസ്, എർത്ത് പോലെ റോക്കി സർഫസ് ഉള്ളതാ. ഔട്ടർ പ്ലാനറ്റ്സ് ഗ്യാസ് ജയൻസ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ്, ജൂപ്പിറ്റർ പോലുള്ള പ്ലാനറ്റ്സ് എന്ന് പറയും. ഇന്നർ പ്ലാനറ്റ്സിന് സർക്കിൾസ് ഒന്നുമില്ല. ഔട്ടർ പ്ലാനറ്റ്സിന് ധാരാളം റിങ്സ് ഉണ്ട്, സർക്കിൾസ്, റിങ്സ് ഉണ്ട് അതിന് ചുറ്റും. ഇന്നർ പ്ലാനറ്റ്സിന് മൂൺസിൻ്റെ എണ്ണം കുറവാണ്, നാച്ചുറൽ സാറ്റലൈറ്റ്സിൻ്റെ എണ്ണം കുറവാണ്. എർത്തിന് ഒരു മൂണുണ്ട്, മറ്റേ മാഴ്സിന് 2 മൂണുണ്ട്. ഔട്ടർ പ്ലാനറ്റ്സിന് ധാരാളം മൂൺസ് ഉണ്ട്. ഇതൊക്കെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഔട്ടർ പ്ലാനറ്റ്സിലേക്ക് പോവാം. ഔട്ടർ പ്ലാനറ്റ്സ് നോക്കൂ, ആരൊക്കെയാണ്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. നമ്മൾ നോക്കിയിരുന്നു ഓൾറെഡി അല്ലേ? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. Then the 4 outer planets called gas giants collectively make up 99% of the mass known to be orbit the sun. സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും വെയിറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 4 പ്ലാനറ്റ്സ്, നമ്മുടെ ഔട്ടർ പ്ലാനറ്റ്സ് 4 പ്ലാനറ്റ്സും കൂടിയാണെന്ത്? അതിൽ 99% വെയിറ്റും വരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് 99% വെയിറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു മുമ്പത്തെ ഒരു എപ്പിസോഡിൽ, ഓർമ്മയുണ്ടോ? അതായത് സോളാർ സിസ്റ്റത്തിന്റെ ടോട്ടൽ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 99% ആരാണ്? സണ്ണാണ്. സണ്ണിന് ചുറ്റും കറങ്ങുന്ന ആൾക്കാരെ മാത്രം, അപ്പോൾ സണ്ണിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള ആൾക്കാരുടെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 99% ആരാണ്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അവരാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഇവരൊക്കെ എന്താ? ലാർജ് പ്ലാനറ്റ്സ് ആണെന്നുള്ളത്. ഓക്കെ, 99% ഓഫ് ദി മാസ് നോൺ ടു ബി ഓർബിറ്റ് ദി സൺ. ദേ ആർ കമ്പോസ്ഡ് മെയിൻലി ഓഫ് ഹൈഡ്രജൻ, ഹീലിയം ആൻഡ് ലാക്ക് എ സോളിഡ് സർഫസ്.
ഔട്ടർ പ്ലാനറ്റ്സിന്റെ പേര് പറയുന്നു ഗ്യാസ് ജയൻസ്. അവർ ഗ്യാസ് ജയൻസ് എന്ന് അറിയപ്പെടുന്നത് കാരണം എന്താ? അവർക്ക് റോക്കി സ്ട്രക്ചർ ഇല്ല, അവർ ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പോൾ അതിൽ മേജറിലുള്ള ഗ്യാസ് നോക്കൂ, ഹൈഡ്രജൻ, ഹീലിയം ആൻഡ് ദ ലാക്ക് എ സോളിഡ് സർഫസ്. അവർക്ക് സോളിഡ് ആയ സ്ട്രോങ് ആയ സർഫസ് ഇല്ല, കൂടുതലും എന്താ? ഗ്യാസസ് ആണ്. ദ ടു ഔട്ടർ മോസ്റ്റ് പ്ലാനറ്റ്, ഓക്കെ, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂണിലെ ഏറ്റവും പുറത്ത് കിടക്കുന്ന രണ്ടാൾക്കാർ ആരൊക്കെയാ? യുറാനസും നെപ്റ്റ്യൂണും. ദേ ആർ കമ്പോസ്ഡ് ഓഫ് സബ്സ്റ്റൻസസ് കോൾഡ് ഐസസ്. ഏറ്റവും ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ കിടക്കുന്ന ആൾക്കാർ, അവരുടെ ടെമ്പറേച്ചർ ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടുതൽ എന്താ? ഐസ് പോലുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലുള്ളത്. ഓൾ ഫോർ ജയൻസ് ഹാവ് റിങ്സ്, ഓൾദോ ഓൺലി സാറ്റേൺസ് റിംഗ് സിസ്റ്റം ഈസ് ഈസിലി ഒബ്സർവ്ഡ് ഫ്രം എർത്ത്. എല്ലാവർക്കും ഇതേപോലെ റിങ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് കാണുവാൻ പറ്റുന്നത് എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ടെലസ്കോപ്പ് അല്ലെങ്കിൽ മറ്റ് മെക്കാനിസം വഴി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് സാറ്റേണിന്റെ റിങ്സ് മാത്രമാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും റിങ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ റിങ്സ്, ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഇതാണ് ഔട്ടർ പ്ലാനറ്റ്സിന്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, 4 പേര് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അവരാണ് 99% ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി സറൗണ്ടിങ് ദി സൺ. ആൻഡ് ഹൈഡ്രജൻ, ഹീലിയം ആണ് മേജർലി ഉള്ളത്. സോളിഡ് സർഫസ് ഇല്ല, എല്ലാവർക്കും റിങ്സ് ഉണ്ട്. ഇതിൽ പറയാത്തൊരു പോയിന്റ് കൂടി പറയാം, ഓൾ ഓഫ് ദം ഹാവ് മിനി നാച്ചുറൽ സാറ്റലൈറ്റ്സ്. ഒരുപാട് മൂൺസ് ഉണ്ട്. ജൂപ്പിറ്ററിനും സാറ്റേണൊക്കെ നോക്കി 100-ൽ കൂടുതൽ മൂൺസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് മൂൺസ് ഉണ്ട് ആർക്ക്? ഈ പറയുന്ന ഔട്ടർ പ്ലാനറ്റ്സിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഔട്ടർ പ്ലാനറ്റ് പറ്റി നോക്കാം. ആദ്യത്തെ ഔട്ടർ പ്ലാനറ്റ് ഈസ് ദി ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ നോക്കുക. ജൂപ്പിറ്റർ ഈസ് കമ്പോസ്ഡ് മോസ്റ്റ്ലി ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ് swirling in complex patterns with no solid surface. ജൂപ്പിറ്ററിനെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജൂപ്പിറ്റർ ഇസ് ദി ലാർജസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്റർ മേജർലി ഉള്ളത് എന്തൊക്കെയാ? ഗ്യാസും ലിക്വിഡും ആണ്. ഒരു സോളിഡ് സർഫസ് ഇല്ല അവിടെ. മേജർലി എന്താ? ഗ്യാസും ലിക്വിഡാണ്. അത് ഇങ്ങനെ കിടന്ന് പല കോംപ്ലക്സ് പാറ്റേൺസിൽ കിടന്ന് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ലിക്വിഡും ഗ്യാസും നിറഞ്ഞ സ്ഥലമാണ് എന്ത്? ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതായത് റോക്കി സർഫസ് ഇല്ല ബേസിക്കലി അവിടെ ജൂപ്പിറ്ററിൽ. സോ ഇറ്റ് ഈസ് കമ്പോസ്ഡ് മോസ്റ്റ്ലി ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് swirling in complex patterns with no solid surface. It is the biggest planet of our solar system. നമുക്കറിയാം. അപ്പോൾ വിച്ച് ഇസ് ദി ലാർജസ്റ്റ് പ്ലാനറ്റ് എന്ന് വെച്ചാൽ ആരാണ്? ജൂപ്പിറ്റർ ഇസ് ദി ലാർജസ്റ്റ് പ്ലാനറ്റ്. ജൂപ്പിറ്റേഴ്സ് അറ്റ്മോസ്ഫിയർ ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ജൂപ്പിറ്ററിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് ഏതൊക്കെയാ? ഹൈഡ്രജൻ ഗ്യാസും ഹീലിയം ഗ്യാസും. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയനും കുറവാണ്. പക്ഷേ ബാക്കിയുള്ള അറ്റ്മോസ്ഫിയർ നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയവുമാണ് കൂടുതൽ. ജൂപ്പിറ്റർ ഹാസ് റിങ്സ് ബട്ട് ദേ ആർ വെരി ഹാർഡ് ടു സീ. ജൂപ്പിറ്ററിനും നമ്മൾ നേരത്തെ സാറ്റേണിന് കണ്ട പോലെ റിങ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമുക്ക് ആ ജൂപ്പിറ്ററിന്റെ ആ റിങ്സിനെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കില്ല. അതായത് എർത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാണാൻ, ടെലസ്കോപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട്. പക്ഷേ സാറ്റേണിന് നല്ല വിസിബിൾ ആണ്. ജൂപ്പിറ്ററിന് റിങ്സ് ഉണ്ട്, പക്ഷേ കാണുവാൻ പറ്റില്ല. അപ്പോൾ റിങ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ റിങ്സ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ജൂപ്പിറ്റർ ഹാസ് 95 കൺഫേംഡ് മൂൺസ്. അതായത് ജൂപ്പിറ്ററിനൊപ്പം ചുറ്റും കറങ്ങുന്ന ഈ നാച്ചുറൽ സാറ്റലൈറ്റ്സിന്റെ എണ്ണം ഇതുവരെ നോക്കി കഴിഞ്ഞാൽ നാസയൊക്കെ പ്രകാരം പറയുന്നത് 95 ഉണ്ടെന്നാണ്. ഈ നമ്പർ ഓഫ് മൂൺസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എർത്തിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അവരെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ 95 വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനിയും കണ്ടുപിടിക്കും. അപ്പോൾ 95 100 ആവും, 110 മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പത്രം വായിക്കുമ്പോൾ പത്രത്തിൽ അങ്ങനെ വല്ലതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 95 മൂൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ജൂപ്പിറ്ററിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ മാർസിലേക്കുള്ള മംഗൾയാനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതേപോലെ ജൂപ്പിറ്ററിലേക്ക് വിടാനൊക്കെ നാസയൊക്കെ ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ജൂണോ മിഷൻ. ജൂണോ മിഷൻ എന്ന് പറഞ്ഞൊരു മിഷനൊക്കെ ഉണ്ടായിരുന്നു. ജൂണോ എന്തിനാണ്? ടു സ്റ്റഡി അബൌട്ട് ജൂപ്പിറ്റർ. അപ്പോൾ ജൂപ്പിറ്റർ ആണ് എന്ത്? ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്. ഓക്കെ, ജൂപ്പിറ്ററിനെ പറ്റി ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ: ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ആണ്, 5ാമത്തെ പ്ലാനറ്റ് ആണ്. ദെൻ ജൂപ്പിറ്ററിൽ ബേസിക്കലി റോക്കി സർഫസ് ഇല്ല, ലിക്വിഡും ഗ്യാസുമാണ്. ദാറ്റ് ഇസ് swirling in complex patterns. കൂടുതൽ കാണുന്ന അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്യാസസ് എന്തൊക്കെയാ? ഹൈഡ്രജനും ഹീലിയവുമാണ്. ജൂപ്പിറ്ററിന് റിങ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് കരുത്തിൽ നോക്കിയാൽ കാണുവാൻ സാധിക്കില്ല. അതേപോലെ ജൂപ്പിറ്ററിന് ഏകദേശം ഇതുവരെ 95 കൺഫേംഡ് മൂൺസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്ലാനറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പ്ലാനറ്റ് ഈസ് സാറ്റേൺ. സാറ്റേണെ പറ്റി നോക്കാം. ഓക്കെ, സോ ഗേഷ്യസ് പ്ലാനറ്റ്സിൽ, ഔട്ടർ പ്ലാനറ്റ്സിൽ 2ാമത്തെ ആളാണ് സാറ്റേൺ. സാറ്റേൺ ഈസ് ഓൾസോ എ ഗ്യാസ് ജയന്റ്. നമ്മൾ പറഞ്ഞില്ല ഔട്ടർ പ്ലാനറ്റ്സ് എല്ലാം ഗ്യാസ് ജയന്റ്സ് ആണ്. സാറ്റേൺ ഈസ് എ ഗ്യാസ് ജയന്റ് പ്ലാനറ്റ് ആൻഡ് ദെയർഫോർ ഡു നോട്ട് ഹാവ് എ സോളിഡ് സർഫസ്. ജൂപ്പിറ്ററിൽ പറഞ്ഞ പോലെ തന്നെ സാറ്റേണും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് സർഫസ് ഒന്നുമില്ല. എന്താണ്? ഗ്യാസ് തന്നെയാണ് മെയിൻലി വരുന്നത്.
സാറ്റേൺസ് അറ്റ്മോസ്ഫിയർ ഈസ് മേഡ് അപ്പ് ഓഫ് മോസ്റ്റ്ലി ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. അതും ജൂപ്പിറ്ററിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഹൈഡ്രജനും ഹീലിയവുമാണ് എന്ത് സാറ്റേണിന്റെ സർഫസിൽ മേജർലി ഉള്ളത്. ഹൈഡ്രജൻ ഗ്യാസും ഹീലിയം ഗ്യാസും. സാറ്റേൺ ഹാസ് ദി മോസ്റ്റ് സ്പെക്ടാക്കുലർ റിംഗ് സിസ്റ്റം വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് 7 rings with several gaps and divisions between them. സാറ്റേൺ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ചിത്രം കാണുമ്പോൾ റിംഗ് ഉള്ളൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതാരാണ്? സാറ്റേൺ ആണ്. നമ്മൾ പറഞ്ഞു മറ്റ് ഔട്ടർ പ്ലാനറ്റ്സും റിംഗ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ വ്യക്തമായി കാണാൻ പറ്റുന്നത് സാറ്റേണിന്റെ റിംഗ്സ് ആണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു ഭംഗിയുണ്ടല്ലേ, മറ്റ് പ്ലാനറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ. സോ ദ സാറ്റേൺ ഹാസ് ദി മോസ്റ്റ് സ്പെക്ടാക്കുലർ റിംഗ് സിസ്റ്റം. എത്ര റിംഗ്സ് ഉണ്ടെന്ന് പറയുന്നത്? സാറ്റേണിന് ചുറ്റും 7 rings ഉണ്ടെന്ന് പറയുന്നത്. സാറ്റേൺ ഹാവ് എ spectacular ring system which is made up of 7 rings with several gaps and divisions between them. 7 rings ഉണ്ട്. 7 ringsനിടയിൽ they have some gaps between them. അങ്ങനെ 7 rings ഉണ്ട്, 7 rings ഉണ്ടെന്ന് പറയുന്നത്. Then Saturn's rings are probably made up of billions of particles of ice. സാറ്റേണിന്റെ റിംഗ്സ് എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാ? ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഐസ് പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്ത്? സാറ്റേണിന്റെ റിംഗ്സ് എന്ന് പറയുന്നത്. സാറ്റേൺസ് റിംഗ്സ് ആർ പ്രോബ്ലി മേഡ് അപ്പ് ഓഫ് ബില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐസ്. സാറ്റേണിന്റെ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് നോക്ക്. ഇതുവരെ കണ്ടുപിടിച്ച നമ്പർ ഓഫ് സാറ്റലൈറ്റ്സിൽ സാറ്റേൺ എത്ര ഉണ്ട്? 146 സാറ്റലൈറ്റ്സ് ഉണ്ട്. അതായത് എർത്തിലുള്ള പ്ലാനറ്റ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിംഗ്സ്, ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ള, ഏറ്റവും കൂടുതൽ നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉള്ള പ്ലാനറ്റ് ഇതുവരെ ആരാണ്? സാറ്റേൺ ആണ്. നമ്മൾ ജൂപ്പിറ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സാറ്റേണിന്റെ കാര്യവും. ഇനിയും ചിലപ്പോൾ ഒരുപാട് സാറ്റലൈറ്റ്സിന് കണ്ടുപിടിച്ചു എന്ന് പറയാൻ പുതുതായിട്ട്. ഇതുവരെ ഒരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ 146 ഉണ്ട്. രണ്ടാം നിൽക്കുന്ന ആൾ ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന് എത്രയുണ്ട്? 95 എണ്ണം. ജൂപ്പിറ്ററിനേക്കാൾ ഒരു 50 സാറ്റലൈറ്റ് കൂടുതലുണ്ട് ആർക്ക്? സാറ്റേൺ എന്ന് പറഞ്ഞ പ്ലാനറ്റിന്. സോ സാറ്റേൺ ഹാവ് 146 സാറ്റലൈറ്റ്സ്, ദ മോസ്റ്റ് എമംഗ് ദി പ്ലാനറ്റ്സ് ഓഫ് അവർ സോളാർ സിസ്റ്റം. അപ്പോൾ സാറ്റേണിനെ പറ്റി ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാറ്റേൺ രണ്ടാമത്തെ ഗ്യാസ് ജയന്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ് ആണ്. സാറ്റേണും റോക്കി സർഫസ് ഇല്ല, ഗ്യാസ് ആണ് കൂടുതൽ വരുന്നത്. സാറ്റേൺ മോസ്റ്റ്ലി മേഡ് അപ്പ് ഓഫ് ഏത് ഗ്യാസ് ആണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഗ്യാസസ്. സാറ്റേണിന്റെ പ്രത്യേകത, സാറ്റേൺ ഈസ് ഹാവിങ് വെരി ബ്യൂട്ടിഫുൾ റിംഗ് സിസ്റ്റം. സാറ്റേണിന് ചുറ്റും നല്ല ഭംഗിയുള്ള റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞ് ഏകദേശം എത്ര റിംഗ് സിസ്റ്റം ഉണ്ട്? 7ഓളം വരുന്ന റിംഗ് സിസ്റ്റം. 7 റിംഗ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ റിംഗ്സ് എല്ലാം എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്? ഐസ് കൊണ്ട്, ഐസ് പാർട്ടിക്കിൾസ് കൊണ്ട്, ബില്യൺസ് ഓഫ് ഐസ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കപ്പെട്ടതാണ് റിംഗ്സ് എന്ന് പറയുന്നു. സാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത്. സാറ്റേൺ ഹാസ് അറൌണ്ട് 146 നാച്ചുറൽ സാറ്റലൈറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാറ്റേണിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ഗ്യാസ് ജയന്റ് പ്ലാനറ്റ്സ് നോക്കി, ഒന്ന് ജൂപ്പിറ്റർ, മറ്റൊന്ന് സാറ്റേൺ. ഓക്കെ, സോ ഇത് ഇത്രയും മതി. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ 2 പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സ് ആണ് നോക്കിയത്. വിൽ സീ റിഗാർഡിംഗ് ദി next 2 gaseous planets in the next video.